അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി. ഞാൻ 55ാമത്തെ അഖണ്ഡ ജപമാലയ്ക്ക് സാൽമിയയിലാണ് പങ്കെടുത്തത്. അപ്പോൾ എനിക്ക് അതിനു മുമ്പ് ഞാൻ 2017 കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാൻ 6 നിയോഗങ്ങൾ എഴുതിയിട്ടു. അതിൽ ഒരു നിയോഗം എനിക്ക് സാധിച്ചു കിട്ടി. അത് 1 വർഷത്തിനുള്ളിൽ എൻ്റെ 2 മക്കൾക്കും ഒരുപോലെ ആർമിയിൽ ജോലി കിട്ടി. രണ്ടാമത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ അഖണ്ഡ ജപമാല നടത്തുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു. എങ്കിലും എനിക്ക് ലിങ്ക് കിട്ടുമോ വരാൻ സാധിക്കുമോ ഒന്നും ചെയ്തില്ല. ആരും എനിക്ക് ഷെയർ ഒന്നും ചെയ്തു തന്നില്ല. ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാൽമിയയിലെ 55ാമത്തെ ജപമാലയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നത്. ആ ജപമാലയിൽ വന്നപ്പം എനിക്ക് ഒരുപാട് സുഗന്ധാഭിഷേകം കിട്ടി. അതുകൂടാണ്ട് ബാബു ബ്രദർ എനിക്ക് എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 കൊന്ത തന്നു. ഒന്ന് ഹസ്ബൻഡിൻ്റെ വെട്ടിനടിയിൽ വെക്കാനും 2 കുട്ടികൾക്ക് 2 പേർക്കും കൊടുക്കാനും ആയിട്ട് എനിക്ക് 2 കൊന്ത തന്നു. ഈ കൊന്ത കിട്ടിയതിന് ശേഷം എനിക്ക് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഈ 2024 ഡിസംബറിൽ ഞാൻ നാട്ടിൽ പോയി. 5-ാം തീയതി ഞാൻ കൃപാസനത്തിൽ ഒരു 3 ദിവസം പോയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ്. ആ പ്രാർത്ഥനയ്ക്ക് പോകുന്ന വഴിക്ക് ഞാൻ ട്രെയിനിലൊരു ആളുമായിട്ട് പരിചയപ്പെട്ടു. അത് ചെമ്പേരിയിലുള്ള ഒരാളായിരുന്നു. അയാളുടെ മകൾക്ക് ക്യാൻസറായിട്ട് റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ ഓപ്പറേഷനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുപാട് സമയം ഇരുന്ന് സംസാരിച്ചു, കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അയാൾ കൃപാസനത്തിലൊന്നും പോയിട്ടില്ല. അപ്പം ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ കൃപാസനത്തിൽ ഇറങ്ങി പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഞാൻ എൻ്റെ കയ്യിലിരുന്ന ഒരു കൊന്ത ഞാൻ വേറൊന്നും കൊടുക്കാനില്ലായിരുന്നു. വർത്താനമൊക്കെ പറഞ്ഞ് ഞാൻ കൃപാസനത്തിൽ പോകാൻ ഇറങ്ങിയ സ്ഥലത്ത് പോകുന്ന സമയത്ത് അയാൾക്കൊരു കൊന്ത ഞാൻ കൊടുത്തിട്ട് പോന്നു, മോളുടെ കയ്യിൽ കൊടുക്കണമെന്നും പറഞ്ഞിട്ട്. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ ആ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്തപ്പോൾ MRI സ്കാനിങ്ങിൽ ആ ട്യൂമർ കാണാനില്ല. അതിനുശേഷം അവർ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തു. അച്ഛനെ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. ഇതുവരെ MRI ചെയ്തതിൽ പിന്നെ അവർ ചെയ്തു, അതിലൊന്നും ഈ ട്യൂമർ കാണുന്നില്ല. ഈശോയ്ക്കും തിരുക്കുമാരനും നന്ദി. 2ാമത്തെ കൊന്ത ഞാൻ എൻ്റെ അമ്മയ്ക്കാണ് കൊടുത്തത്. അമ്മ ഞാൻ ചെല്ലുമ്പോൾ ഈ ഡിസംബറിൽ ചെല്ലുമ്പം മരിക്കാനുള്ള ഒരു 2 ദിവസം കൊണ്ട് മരിക്കും എന്നാണ് ഞാനും എൻ്റെ നാത്തൂനും കരുതിയത്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അച്ഛനെ കൊണ്ടുവന്ന് രോഗീലേപനം കൊടുത്തു. അതിനുശേഷം ഈ കൊന്ത ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ അമ്മ നല്ലതുപോലെ ബെറ്ററായി. കിടന്നുകൊണ്ടിരിക്കുന്ന അമ്മയായിരുന്നു, എഴുന്നേറ്റ് നടക്കുകയും ഇപ്പം അമ്മയുടെ സ്വന്തം കാര്യങ്ങൾ അമ്മ സ്വന്തമായിട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കൃപാസനത്തിൽ പോയപ്പോൾ ഞാൻ എൻ്റെ ആദ്യം 6 കാര്യങ്ങൾ എഴുതിയിട്ടതിൽ ഒരു കാര്യം മാത്രമാണ് സാധിച്ചത്. അപ്പം ഞാൻ 2ാമത് പോയപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പം ഞാൻ എൻ്റെ ഏതായാലും വേറെ കാര്യങ്ങളൊന്നും സാധിക്കുന്നില്ല. എന്നാൽ ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ എഴുതിയിടാമെന്ന് വിചാരിച്ച് എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഹോം കെയർ ചെയ്യുന്ന ഒരു കൊച്ചനോട് പറഞ്ഞു, റീന എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കൊച്ചിവിടെ വന്നിട്ടുണ്ട്. ആ കൊച്ചനോട് പറഞ്ഞു, ചേച്ചി 9 വർഷമായി ഞാൻ ഹോം കെയർ ചെയ്യുന്നു, എനിക്ക് എങ്ങനെയായാലും ക്ലിനിക്കിലോ MOHലോ എവിടെയെങ്കിലും ഒന്ന് കയറണം, ചേച്ചി ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതുപോലെ 2-3 പേരുടെ പേര് എഴുതിയിട്ടതിൽ ഈ കൊച്ചിൻ്റെ പേര് ഞാൻ, ഈ റീന എന്ന് പറഞ്ഞ കൊച്ചിൻ്റെ പേര് ഞാൻ എഴുതിയിട്ടു. അതിനുശേഷം ഇപ്പം അതിൻ്റെ ക്ലിനിക്കിലേക്ക് വന്ന് ഓഫർ ലെറ്ററും വന്നു. അടുത്ത ആഴ്ച ആ കൊച്ച് ഡ്യൂട്ടിക്ക് കയറും. അങ്ങനെ ഒരു അനുഗ്രഹം കൂടെ ലഭിച്ചു. അടുത്ത സാക്ഷ്യം, എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കടബാധ്യതകളും ഒക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇത്രയും പറയാൻ സാധിച്ച തിരുക്കുമാരനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി.